അതെ, ഇന്നൊരു മീൻ ബിരിയാണി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പിള്ളേരും വിജുവേട്ടനൊക്കെ വീട്ടിലുള്ള കാരണം ബിരിയാണി വെക്കാൻ വിചാരിച്ചു. പിന്നെ ചെമ്മീൻ ബിരിയാണിയാണ് വെക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മീൻ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ മീൻ എന്താ വെച്ചാൽ വറ്റയായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, ബിരിയാണി വെക്കണം എന്ന് വിചാരിച്ചതല്ലേ, ഇതുകൊണ്ടൊരു പരീക്ഷണമാവാൻ വിചാരിച്ചു. അപ്പോൾ മീൻ തലേ ദിവസം അതിനെ വൈകിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളകും പൊടിയും കൂടി തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതൊക്കെ എടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വറുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ സവാളയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുത്തു. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഞാനെല്ലാം കൂടിയിട്ട് എളുപ്പത്തിന് ഒരുമിച്ചിട്ട് അരച്ചിട്ടുണ്ടായിരുന്നത്. സാധാ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ചുവന്നുള്ളി അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ മീനായ കാരണം കൊണ്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി ചേർത്തായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു മിക്സിയിൽ. പിന്നെ പിന്നെ നമ്മൾ കൂടുതലും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഓയിലാണ് ഉപയോഗിക്കാറ് ഉള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ വാങ്ങിക്കാറില്ല, വെളിച്ചെണ്ണയാണ് വാങ്ങിക്കാറ്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയായിട്ട് എടുത്തേക്കുന്നത് മീൻ വറുക്കാനൊക്കെ. പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തക്കാളി കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി കൂടുതൽ ചേർക്കുമ്പോൾ ഒരു ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ബാക്കി സാധനങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാടിയതിൻ്റെ ശേഷം ബാക്കി സാധനങ്ങളൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തു. എന്നിട്ട് പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് അതൊന്ന് മൂത്ത മണം വരുമ്പോൾ നല്ല കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് സെറ്റായതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാല ഒന്ന് തിളച്ചപ്പോൾ ഞാൻ ആ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. മീൻ ഇട്ടിട്ട് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് അതിൽ കിടന്നിട്ട് വെന്തു. അപ്പോൾ പിന്നെ ആ മീനിലേക്ക് ബാക്കി മസാലയും ഒക്കെ ഒന്ന് പിടിക്കുമല്ലോ. പിന്നെ അപ്പുറത്ത് അടുപ്പിൻ്റെ മുകളിൽ ഒരു ചെമ്പ് വെച്ചിട്ട് അതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഉള്ള സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 2-3 തുള്ളി പൈനാപ്പിൾ എസൻസും, പിന്നെ വെള്ളം തിളച്ചപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള നീര് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കൈമ അരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ അരിയാകുമ്പോൾ ബിരിയാണി വെച്ചാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തു. ഒരു 1-2 ഒരു 5 മിനിറ്റ് വേണ്ട, അത്രയും തിളയ്ക്കുമ്പോഴേക്കും അരി ഒരു പകുതി വേവായി ഉണ്ടാവും. വേഗം തന്നെ ഊറ്റിയിട്ട് നമ്മൾ ആദ്യം കൂട്ടി വെച്ചിട്ടുള്ള മീൻ മസാലയുടെ മുകളിലേക്ക് പിന്നെ ഈ അരി ഊറ്റിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിച്ചപ്പും പുതിനയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് മല്ലിച്ചപ്പ് മാത്രം നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിന പിന്നെ ലാസ്റ്റ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അരി വെന്തപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായി മൂടി വെച്ചിട്ട് പിന്നെ കുറച്ച് നെയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് നെയ്യല്ല, അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. മുന്തിരി ഉണ്ടായിരുന്നില്ല, പിന്നെ വാങ്ങിച്ചാലും അത്ര വലിയ ഇഷ്ടമില്ല ബിരിയാണിയിൽ. മുന്തിരി അത്ര ഇഷ്ടമല്ലാത്ത കാരണം വാങ്ങിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് സവാള നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് സവാള വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു, മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ട് സവാള വഴറ്റിയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വറുത്തെടുത്തിട്ട് അണ്ടിപ്പരിപ്പും സവാളയും ഒക്കെ കൂടിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ വഴറ്റിയിട്ടുള്ള എണ്ണ അതിൻ്റെ മുകളിൽ കോരി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഗരം മസാല, പുതിനയും പിന്നെ മല്ലിച്ചപ്പും കൂടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതും ഇട്ടിട്ട് മൂടി വെച്ചു. മൂടിയുടെ മീതെ എയർ അങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് കയറ്റി വെച്ചു. പിന്നെ നല്ലത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിളച്ച വെള്ളമോ അല്ലെങ്കിൽ ഇത്തിരി കനലോ ഇട്ട് കൊടുക്കുക. പക്ഷേ കനലില്ല, ഗ്യാസിൻ്റെ മുകളിൽ വെച്ച കാരണം കൊണ്ട് കനലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് തന്നെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉരുളിയായ കാരണം നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഉരുളിയുടെ ചൂട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ അരിയും പിന്നെ മീനൊക്കെ കൂടിയിട്ട് അത്യാവശ്യം നല്ല ചൂടായിട്ട് സെറ്റായി കിട്ടും. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അരി വേവ് കൂടിയാലോ വിചാരിച്ചിട്ട് ഞാൻ വെറും വെയിറ്റ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടൊരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ കഴിക്കണ നേരത്താണ് തുറന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ ബാക്കിയുള്ള പണികളുണ്ടാവുമല്ലോ, വീതന തുടയ്ക്കൽ, അടുപ്പ് വൃത്തിയാക്കൽ. ബിരിയാണിയൊക്കെ വെക്കുക പറയുമ്പോൾ വെക്കാനൊന്നും വലിയ പണിയില്ല, പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായി കിട്ടാനാണ്. ആരെങ്കിലുമൊക്കെ നമുക്കൊന്ന് അരിഞ്ഞു തരാനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്നാൽ ഭ്രാന്ത് പിടിക്കും. കഴിക്കണ നേരമാകുമ്പോഴേക്കും വെച്ചവർക്ക് കഴിക്കാനുള്ള മൂടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് പിന്നെ പിള്ളേർ വീട്ടിലുണ്ടായിരുന്ന കാരണം കൊണ്ട്, അവരും സഹായിച്ച കാരണം കൊണ്ട് വേഗം കഴിഞ്ഞു. പിന്നെ കുഞ്ഞുവിന് കളിക്കാൻ പോകാൻ തിരക്കായിട്ട് അവൻ വന്നപ്പോൾ വേഗം അവന് കൊടുത്തു. അപ്പോൾ അവൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുമായിരുന്നു. അപ്പോൾ അവന് ബിരിയാണി ഇഷ്ടമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്തോഷമായി. നമ്മളെന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമായി പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു ഇതല്ലേ. അപ്പം അങ്ങനെ പിന്നെ വീഡിയോ ഇഷ്ടമായി വെച്ചെങ്കിൽ എല്ലാവരും മീൻ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കുക തന്നെ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ.